രത്നലോകത്തെ അത്ഭുത കാഴ്ചകളുമായി രത്നശാസ്ത്ര ആരംഭിക്കുകയായി. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. രത്നശാസ്ത്രത്തിലേക്ക് സ്വാഗതം സാർ. നമ്മള് അനേകം രത്നങ്ങളെ കുറിച്ച്, വെട്ടിത്തിളങ്ങുന്ന അനേകം രത്നങ്ങളെ കുറിച്ച് ഓരോ എപ്പിസോഡുകളിൽ നമ്മളിങ്ങനെ ചർച്ച ചെയ്തു പോകാറുണ്ട്. ഈ വെട്ടിത്തിളങ്ങുന്ന എന്ന് പറയുമ്പോൾ നക്ഷത്രത്തിളക്കമുള്ള രത്നങ്ങളും നമുക്ക് ധാരാളം കിട്ടാറുണ്ട്. ആ ഒരു വിശേഷങ്ങൾ, അതിന്റെ ഒരു വിശേഷങ്ങൾ പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവെച്ചാൽ വളരെ തീർച്ചയായിട്ടും നമുക്ക് രത്നങ്ങള് അനേക രത്നങ്ങളാണ് ഭൂമി അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് നൽകിയിരിക്കുന്നത്. ഓരോ രത്നങ്ങൾക്കും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഓരോ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിന്റെ വിഷ്വൽ ബ്യൂട്ടി പലതരത്തിലും പല ആംഗിളും. ഇപ്പോൾ ഞാൻ കാണുന്ന ഭംഗിയായിരിക്കും വേറെ ആളാണ്. അപ്പം അങ്ങനെ ഉള്ള സവിശേഷതകൾ നിറഞ്ഞ മനുഷ്യ മനസ്സിനെ സന്തോഷം നൽകുക എന്താണോ അതാണ് രത്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നക്ഷത്രത്തിളക്കം എന്ന് ചോദിച്ചോണ്ട് നക്ഷത്രത്തിളക്കം ഉള്ളതിൽ കരുതലിനെ കുറിച്ച് തന്നെ പറയാം. സ്റ്റാർ ഭൂമി എന്ന് പറയും. സ്റ്റാർ ഭൂമി, നക്ഷത്ര ഭൂമി, അതായത് കല്ലിന്റെ മേലില് 6 നക്ഷത്രങ്ങൾ പ്രഭകൾ റേസ് ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ സാധിക്കും. ആസ്റ്ററിസം എന്നാണ് അതിന് പറയുന്നത്. ആസ്റ്ററിസം അഥവാ നക്ഷത്ര തിളക്കം, നക്ഷത്ര കിരണങ്ങളുള്ള രംഗം. മനസ്സിലായി? അപ്പൊ നമ്മള് സാധാരണ ഈ റൂബി എന്ന് പറയുന്നത് നമ്മുടെ കട്ട് ആൻഡ് പോളിഷ്ഡ് ആയിട്ടുള്ള റൂബികളാണ് നമ്മൾ മുന്നിലായിട്ട് കണ്ടത്. ഇത് കമ്പോഷൻ കട്ടിങ് എന്ന് പറയും. കാപ്പിക്കുരു പോലെ വീട്ടിൽ തേച്ച് വരുന്ന കട്ടിങ് ആണ് സ്റ്റാർ റൂബിയിലൊക്കെ ഉള്ളത്. അപ്പോൾ സ്റ്റാർ റൂബികൾക്ക് ഈ നമുക്ക് മറ്റ് കല്ലുകളെ പോലുള്ള തിളക്കമില്ല, മറ്റേ റൂബിയെ പോലുള്ള തിളക്കം അതിന് ബേസിലില്ല. പക്ഷെ നക്ഷത്രം തിളങ്ങി നിൽക്കും. ഈ രത്നത്തിന്റെ മുകൾ ഭാഗത്ത് തെളിഞ്ഞു നിൽക്കും. പ്രത്യേകിച്ച് നമ്മൾ ടോർച്ചടിക്കുകയോ അല്ലെങ്കിൽ നല്ല പ്രകാശം കൊണ്ട് പ്രകാശരശ്മികൾ അടിക്കുമ്പോൾ ഇത് തിളങ്ങി നക്ഷത്രമായിട്ട് നിൽക്കും. നമ്മളൊരു മോതിരമായിട്ട് തെറ്റിച്ചു കഴിഞ്ഞാൽ അതിന് ലൈറ്റ് വന്ന ചിലപ്പോൾ തന്നെ അല്ലാതെ നമുക്ക് കാണാം തെളിഞ്ഞ് കാണപ്പെടും. 2 റൂബികളാണ്. ക്രോമിയോ എന്ന് പറയുന്ന കട്ടൻ്റെ കൊണ്ടാണ് ആ 2 ട്രഡീഷണൽസ് ഉണ്ടാകുന്നത്. അതിനെ ഒരു ചെറിയ അടരുകൾ പോലെ വന്നിട്ട് നൂല് പോലെ കൊല്ലയാണ്. നീഡിൽ ലൈക്ക് ഇൻഫ്യൂഷൻസ് എന്നാണ് പറയുന്നത്. നീഡിൽ ലൈക്ക് ഇൻഫ്യൂഷൻസ് കല്ലാണ് ഈ സ്റ്റാർ കല്ലുകൾ. സ്റ്റാർ കല്ലുകൾ പിന്നെ വേറെ ഉണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം. ഇതിന് ഈ കട്ടില് മാത്രമാണ് ഇതിനകത്തൊരു വ്യത്യാസം. ഈ സ്റ്റാർ റൂബിയും അല്ലെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ട് ഇരുന്ന റൂബിയും തമ്മിൽ അതിന്റെ കട്ട് അല്ലെങ്കിൽ അതിന്റെ ഷേപ്പിനൊരു വ്യത്യാസം പറയും. അത് ഷേപ്പ് നമുക്ക് മറ്റേ റൂബിയും നമുക്ക് ഇതേ കട്ടിലെടുക്കാം, കട്ട് ചെയ്തെടുക്കാം. എമോഷണൽ കട്ടിങ് എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ എമോഷണൽ കട്ടിങ് മാത്രമേ ഉള്ളൂ. പുരാതന കാലങ്ങളിൽ എമോഷണൽ കട്ടിങ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് വേറെ ഒന്നുമില്ല. നല്ലോണം അതിന്റെ ഒരു ബേസ് വെച്ച് അതിന് മേളിൽ കൂടെ ഉരുട്ടി എടുക്കുന്ന ഒരു രീതി. ഒരു മോതിരമൊക്കെ പടുത്ത ആ ബേസ് നമ്മുടെ ശരീരത്തിലും ഒക്കെ മുകൾ ഭാഗത്തും ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക. പോർഷൻ കട്ടിങ് നമ്മള് തിളക്കമില്ലെങ്കിലും അത് ഭംഗിയായിട്ട് നമുക്ക് കെട്ടിയെടുക്കാവുന്ന ഒരു ബേസില് ഗോൾഡിലോ സിൽവറിലോ പണിത് കഴിഞ്ഞാൽ ഇത് മേൽഭാഗം ഇങ്ങനെ മെലിഞ്ഞത്. പ്രത്യേകിച്ച് സ്റ്റാർ മൂവിക്കുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റാർ മൂവി നന്നായിട്ട് അത് തിളങ്ങി നിൽക്കുന്നത്. തിളക്കാം കുറച്ചും കൂടെ നന്നായിട്ട് വിസിബിൾ ആയിട്ട് കാണാനായിട്ട് വിസിബിൾ ആയിട്ട് കാണാം. അപ്പൊ അത് ശരിക്കും സൂര്യന്റെ ആ സൂര്യരത്നമാണ്. റൂബി തന്നെ സൂര്യരത്നം. റൂബി തന്നെ നമുക്ക് അൺകട്ട് അൺകട്ട് റൂബിയാണ്. അത് പ്രൊമോഷൻ കട്ടിങ് ആണ്. അൺകട്ട് റൂബി കെട്ടാൻ പോളിഷ്ഡ് അല്ലാത്ത രത്നങ്ങൾ പിന്നെ കമ്പോഷനിലെ കട്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? മറ്റേതാകുമ്പോൾ നമുക്ക് ഓവൽ ഷേപ്പ് പലതരത്തിൽ നമുക്ക് രത്നങ്ങൾ കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി ഒരുപാട് ഇപ്പൊ കട്ടിങ്ങിന് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, അതിനുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. മനസ്സിലായി? ഒരു കലാകാരന് എങ്ങനെ വേണമെങ്കിലും അത് ഭംഗിയാക്കി എടുക്കാൻ സാധിക്കും. സാധാരണ നമ്മുടെ മോതിരങ്ങൾക്കും മറ്റും നമുക്ക് എമറാൾഡ് കട്ട് അല്ലെങ്കിൽ കുഷ്യൻ കട്ടെന്ന് പറയുന്ന എമറാൾഡ് കട്ട്, ഓവൽ ബേസ്ഡ് കട്ടുകൾ, ഇതെല്ലാം കോമൺ ആയിട്ട് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്.
ഒരുപാട് ഫാൻസി കത്തുകൾ നമുക്ക് ഈ ആസ്ട്രോളജിക്കൽ പർപ്പസിന് ഉള്ളതല്ല. ഈ കോമൺ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ളത് ഇപ്പൊ ഓവൽ ലിസ്റ്റ് കട്ട്, എപ്പോഴും ഓവലാ ബെസ്റ്റ് ഓടിക്ക്. ഇതിന് പിന്നെ കട്ടത്തെ കട്ടേ ഉള്ളൂ, പോഷൻ കട്ട തേച്ച് നിൽക്കുന്ന ഒരു കട്ടാണ്. അപ്പൊ അത് നമുക്ക് നല്ല ഭംഗിയുള്ള രത്നമാണ്. ഊബിയുടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാമെന്ന് എനിക്കറിയത്തില്ല, വില കുറവായി. റേറ്റ് കുറവ്, കാരണം ബാക്കി ഒരുപാട് എക്സ്പെൻസുകൾ കുറവുണ്ട്, കെട്ടാൻ പോളിഷില്ല. സ്റ്റാർ ഊബി എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകതയില്ല. എങ്ങനെ ഇത് ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി വരുന്നത്? ഈ കല്ല് കട്ടി അതിനകത്ത് 6 നക്ഷത്രങ്ങൾ നിൽക്കുക എന്ന് പറയുമ്പോഴേ റേസ് ആണ്. അതെങ്ങനെ റേസ് അല്ലാതെ സ്റ്റാർ പോലത്തെ സ്റ്റാർ അല്ല, സ്റ്റാർ അല്ല, റേസ് 6 അല്ലെങ്കിൽ 3 റേസിലാണ്. 3 റേസ് ഉള്ളതും കിട്ടും, 6 റേസ് ഉള്ളത്. 6 റേസ് ഉള്ളതാണ് കാണാൻ കുറച്ചും കൂടെ നല്ല ഭംഗിയുള്ളതാണ്. മനസ്സിലായോ? ഇതെല്ലാം പ്രകൃതി മനുഷ്യന് വേണ്ടിയിട്ട് ധരിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ അതിനകത്തുണ്ടാകുന്നത് വെച്ചാൽ നമ്മുടെ കല്ലുകൾ ധരിക്കുമ്പോൾ നമുക്ക് ഭംഗി മാത്രമല്ല, അതിനകത്തുണ്ടാകുന്ന മെഡിസിനൽ ഗുണങ്ങൾ, പ്രൊട്ടക്ഷൻ, ആളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യും. നല്ല കറക്റ്റായിട്ടുള്ള ഒരു രത്നമാണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ ആളെ ശരീരത്തെയും മറ്റുള്ള എന്ത് സ്പിരിറ്റിനെയും നിന്നും അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവാണ്. പ്രകൃതി അങ്ങനെയാണ്. പ്രകൃതിയുടെ എല്ലാ കാര്യങ്ങളും, അതായത് പ്രകൃതി നൽകിയിരിക്കുന്ന എല്ലാ വിഭവങ്ങൾക്കും അതിൽ നിന്നെല്ലാം ഒരു മരുന്നിന്റെ അംശം ഉണ്ടെന്ന് പറയാം. അല്ലെന്നല്ല, എല്ലാ മരുന്നിന്റെ അംശമുണ്ട്. ഈ ഒരു നക്ഷത്രത്തിലൊക്കെ വന്ന ഈ സ്റ്റോണിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. പറഞ്ഞു വന്ന ഈ നക്ഷത്രത്തിലൊക്കെ ഉള്ള ഈ ഒരു കട്ടപ്പാണ് നമുക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി ആയിട്ട് ഭംഗി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് ഒരു പ്രത്യേകത തന്നെയാണ്. ലൈറ്റൊക്കെ ഇരിക്കുമ്പോൾ ആരാണെങ്കിലും പെട്ടെന്ന് ശ്രദ്ധിക്കും. ഭയങ്കര അട്രാക്ഷനാണ് ആ ഒരു തിളക്കം, അതിൽ ഭയങ്കര അട്രാക്ഷൻ. എനിക്ക് തോന്നുന്നു ഇത് മാർക്കറ്റിൽ ധാരാളം ലഭ്യമായിട്ടുള്ള ഒരു രത്നമാണ്. കീപ്പ് ചെയ്ത് വെക്കുന്നത് കുറവാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാർ മാത്രമേ ഇത് ജംസ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാരിലേക്ക് കാണാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും ഹോബിയിലോട്ടല്ല പോകുന്നത്. സ്റ്റാർ ഹോബിയിലോട്ട് ആൾക്കാർ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. സ്റ്റാർ ഹോബി പ്രത്യേകം ചോദിച്ചു വരുന്ന ആൾക്കാർ അവൈലബിൾ ആണ്. ഇതിന്റെ ക്ലാരിറ്റി കോമിക് കണ്ടന്റ്സ് ഒക്കെ നന്നായിട്ട് വന്നാൽ നല്ലവർക്ക് ഉണ്ടെങ്കിൽ നല്ല. അതുപോലെ തന്നെ ഈ മ്യാൻമാർ ബർമ്മ, പഴയ അവിടെ ഒക്കെ ഇപ്പോൾ മൈനിങ് ഇല്ല. ഒരുപാട് പൊളിറ്റിക്കൽ പ്രോബ്ലം കാരണം മൈനിങ് ഒക്കെ കുറഞ്ഞു. ഇപ്പം നമുക്ക് വെർബീസോബിന്നൊന്നും പറഞ്ഞ് ഒന്നും ഡയറക്റ്റായിട്ടൊരു സംഭവം ഇല്ല. വെർബീസോബിയൊക്കെ നമ്മൾ കണ്ട കാലങ്ങൾ തന്നെ കിട്ടത്തില്ല. വെർബീസോബിന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വിൽക്കുന്നത് നമുക്ക് അറിയത്തില്ല വെർബീസാണോ എന്താണെന്നുള്ളത്. പീജിയൻ ബ്ലഡ് റൂബീസാണ്. അപ്പോൾ അവിടെ തന്നെ മോഗോത്ത് എന്ന് പറഞ്ഞ വാലിയിൽ ആണ് പ്രദേശം, വാലി ഓഫ് റൂബീസ് എന്നാണ് പറയുന്നത്. ഈ ഏരിയയൊക്കെയാണ് മോഗോത്ത്. വാലി ഓഫ് റൂബീസ്. ഇപ്പൊ ഈ മൈനുകളെ കുറിച്ച് പറയുന്നത് ഭൂമി കണ്ട് ലഭിക്കുന്ന ആ ഒരു മൈനുകളിൽ തന്നെ ഈ രത്നങ്ങൾ കിട്ടുമല്ലേ? എന്താണുള്ളത് ഏറ്റവും നല്ല ഭൂമി അല്ലെങ്കിൽ ഏറ്റവും നല്ല മൈനായിട്ട് നമുക്ക് ഈ ബർമീസ് ബർമ്മ പറയുന്നത്. അപ്പം അതില്ല. ആ മൈനൊക്കെ ഏകദേശം എല്ലാം യൂസ്ഡായിരിക്കും. എനിക്ക് പുതിയ പുതിയ മൈനുകളും ധാരാളം മൈനുകൾ ഇപ്പോൾ ബെസ്റ്റ് ആഫ്രിക്കയിലുള്ള മൊസാംബിക് മൈനിൻ്റെ പ്രൊഡക്ഷനാണ്. ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡക്ഷൻ in the world. Beautiful production. Somewhere design. Average fertile land ആവുന്നത്. എന്തൊക്കെയാണെങ്കിലൊക്കെ അല്ല ഒരു ശതം കേൾക്കാൻ നിർത്തുന്ന സിനിമ സാധനങ്ങളൊക്കെ ആൾക്കാർ മെയിൻ ചെയ്തും ഒഴിച്ചുമൊക്കെ അതിൻ്റെതായിട്ടുള്ളൊരു ഗവൺമെന്റ് ഡാമേജസ് ആഫ്രിക്കൻ കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇസ്ലാമിക്കൊക്കെ ഈ പടർന്നുകൊണ്ട് കിടക്കുക. അപ്പോൾ അതൊരു അവിടുത്തെ ഗവൺമെൻറ് ഒരു വലിയ വരുമാനമാണ് മെയിൻ എന്ന് പറയുന്നത്. അതിനകത്ത് നിന്ന് കിട്ടുന്ന റൂബി അതിനകത്ത് തന്നെ നമുക്ക് ഈ സ്റ്റാർ റൂബീസും ഒക്കെ അവൈലബിൾ ആണ്. കാരണം ഇതിനകത്ത് മിനറൽ എടുത്തതാണ് കുറവുണ്ടാവുക. അതിൽ റൂബിക്കും അതുപോലെ ഈ സ്റ്റാർ റൂബിക്കും ഉള്ള മിനറൽ കണ്ടത് സെയിം. ഇതിനകത്ത് ആശ്ചരസം എന്ന് പറയുന്ന പ്രതിഭാസം ഇതിനകത്ത് വരുന്നത് മാത്രമാണ്. പ്രതിഭാസം
നീറ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ അത്ര നല്ലൊരു കാഴ്ചകൾ മാത്രമല്ല, അത് ഇതിനകത്ത് ഗുണഫലങ്ങൾ നോക്കുമ്പോഴും പുറണ്ടം എന്നുള്ളതല്ലേ എനിക്കൊന്നും ഈ റുബിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പം മൊസാംബിക്കുമായി ഈ ധാരാളം റുബികൾ കിട്ടുന്നുണ്ട്. ഈ അവൈലബിലിറ്റി ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഇതിലെങ്ങനെയാണ് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. സിന്തറ്റിക് ഉണ്ടല്ലോ, ഇത് സിന്തറ്റിക് സ്റ്റോൺ എന്തിനും ഒരു ഡ്യൂപ്ലിക്കേഷൻ അതുപോലെ ഇതിന് വേണ്ടി തന്നെ കുറച്ച് ആൾക്കാർ മെനക്കെട്ട് വലിയ കോഴിക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ള ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ സിന്തറ്റിക് കല്ലുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറികളാണുള്ളത്. അത് നമുക്ക് സോയിൻ കിട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം പ്രൊപ്പോഷണൽ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതല്ലേ. ഇത് ധാരാളമായിട്ട് അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾ അറിയാം. നമ്മൾ നക്ഷത്രത്തിളക്കമുള്ള സ്റ്റാർ റൂബിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ റൂബി മാച്ചിങ് ഞാൻ വിചാരിച്ചിട്ട് ഒരു നല്ല സ്റ്റാർ റൂബി കണ്ടു, അതിൻ്റെ വലിയൊരു ക്യാരക്ടേഴ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള ഒരു അപകടത്തെക്കുറിച്ച് നോക്കും. അത് ബോഡി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് തീരെ ക്യാൻസർ ഉണ്ടല്ലോ. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ പല എപ്പിസോഡുകളിൽ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. നമ്മൾ ഈ ഓരോ ദശാകാലങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ആദിത്യദശയൊക്കെ നോക്കിയിട്ട് ഈ റൂബിയൊക്കെ വാങ്ങി ധരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. പലപ്പോഴും സംശയങ്ങളായിട്ട് ചോദിക്കുന്നത് അത് വളരെ റോങ് ആയിട്ടുള്ള ഒരു രീതിയല്ലേ അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് പഠിച്ചിട്ട് ആൾക്കാർ പറഞ്ഞാണ് എന്നാ ദശാകാലം റൂബി മേടിച്ചിടുന്നത് ചോദിക്കും. ഇങ്ങനെ എത്ര പേര് മേടിച്ചിട്ടിട്ട് അബദ്ധത്തിലാണ്. ഒരിക്കലും ദശാകാലങ്ങൾ അനുസരിച്ചിട്ടല്ല എൻ്റെ ഒരു ധരിക്കേണ്ടതെന്ന് പോലെ എല്ലാ എപ്പിസോഡിൽ നിന്ന് പോലും പറയുന്നത്. ദശാകാലങ്ങൾ വരുമ്പോൾ മാറി മാറി ധരിക്കും. ഇപ്പം ആദിത്യദശ വരുമ്പോൾ പൊതുവെ ആദിത്യൻ അലയാത്തവരില്ലെന്നാണ്. ദശയിൽ സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആദിത്യൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് ആദിത്യദശ വരണമെന്നൊന്നുമില്ല. ആദ്യം മുതലേ അവരെ പിന്നെ അവർക്ക് ആ ചെറിയ ഏജ് മുതൽ ആ സ്റ്റോൺ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ചെറുപ്പത്തിലേ നമ്മൾ രക്തങ്ങൾ ധരിക്കുമ്പോൾ അത്രയും തന്നെ നമ്മൾ എനർജി, അതായത് നല്ല ഭക്ഷണം കഴിച്ച് വളരുന്നു, നല്ല വ്യായാമം കൊണ്ട് വളരുന്നു, നല്ല ശീലങ്ങൾ പഠിച്ചു വരുന്നത് എപ്പോഴാണ്? ചെറുപ്പകാലം അല്ലേ? അതിനെക്കൊണ്ടല്ലോ വളം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എപ്പോഴും ഒരിക്കലും നമ്മൾ ആദിത്യ ദശാകാലമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലുള്ള ഒരു ഇൻഫർമേഷനും അല്ലെങ്കിൽ നല്ലൊരു വിദഗ്ധ ഉപദേശം ലഭിക്കാതെ ഉപയോഗിച്ചത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരും. ഞാനൊരു ചെറിയൊരു ചാർട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് മീനലഗ്നത്തിലുള്ള ഒരു ചാർട്ടാണ്. അത് മെയിൻലി 8ലെയാണ്. ഓക്കെ, മീനലഗ്നം. അപ്പം മീനലഗ്നത്തിൻ്റെ ഈ 7th ഹൗസിൽ സൂര്യൻ, ശുക്രൻ, സർപ്പം, ഈ 3 ഗ്രഹങ്ങൾ നിൽക്കുന്നത്. 7th ഹൗസ്. 2nd ഹൗസിൽ ശനി നിൽക്കുന്നു. 5th ഹൗസിൽ ജൂപ്പിറ്റർ എക്സോട്ടഡ് ആയിട്ട് നിൽക്കും. അക്കടത്തിൽ വ്യാഴത്തിൽ ചെസ്റ്റ്. 7th ഹൗസ് എന്ന് പറയുന്നത് മീനലഗ്നത്തിൻ്റെ 7th ഹൗസ് എന്ന് പറയുന്നത് കന്നിയാണ്. കന്നി ഹൗസ് രാശിയിലെ നമുക്ക് സൂര്യനും രാഹുവും ശുക്രനും അത് കൂടാതെ സൂര്യനവിടെ വർഗോത്തമം ചെയ്ത് പറ്റുന്നു. എന്നുവെച്ചാൽ ആ കന്നി രാശിയിൽ തന്നെ ഈനയും ചാത്തനും സൂര്യൻ അവിടെ നിൽക്കുന്നത്. സൂര്യൻ നിൽക്കുന്നത് 7th ഹൗസിൽ നിൽക്കുന്ന മാത്രമല്ല അവിടെ തന്നെ അംശകം ചെയ്തിരിക്കും. 8ൽ ചൊവ്വ നിൽക്കുന്നു, ശുക്രൻ നിൽക്കുന്നു, ബുധൻ നിൽക്കുന്നു. ഇപ്പോൾ ഈ ചൊവ്വ നിൽക്കുമ്പോഴും ശനി ചൊവ്വ ബന്ധം വരുന്നത് വേടത്തിൽ നിന്ന് ഈ തുലാത്തിലേക്ക് പരസ്പര ദൃഷ്ടിയോടുകൂടിയാണ് നിൽക്കുന്നത്. ഇതാണ് ഈ പ്ലാനറ്ററി പൊസിഷൻ. നമുക്ക് 2020 കഴിഞ്ഞപ്പോൾ മുതൽ ആദ്യത്തെ ദശ തുടങ്ങി. 7 വളരെ ശക്തനായിട്ട് ഒരു നെഗറ്റീവ് ഭാഗത്ത് നിൽക്കുന്ന സൂര്യനാണ്. ഈ സൂര്യദശാകാലം ആരെയൊക്കെയാണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്? സൂര്യൻ പിതാവായതുകൊണ്ട് അച്ഛൻ അല്ലെങ്കിൽ അച്ഛന് തുല്യരായവർ ഒരു കാലഘട്ടം മോശ സമയത്തിൻ്റെ വേണമെന്ന് പറയാം. ഈ 7th ഹൗസ് ഒരു മാരക സ്ഥാനം കൂടിയാണ്. പിതൃകർമ്മങ്ങൾ പോലും ചെയ്യാനായിട്ട്
ഉള്ള ഒരു സമയം. അത് ഈ ആൾക്ക് ആദ്യത്തെ ദശ വന്നതുകൊണ്ടല്ല അദ്ദേഹത്തിന് അല്ലെങ്കിൽ അപകടമോ മരണമോ അല്ലെങ്കിൽ വിഷമതയെ സംഭവിക്കുന്നത്, അങ്ങനെ കരുതരുത് കേട്ടോ. അയ്യോ എൻ്റെ ആദ്യത്തെ ദശ കാരണമാണോ എൻ്റെ അച്ഛനൊക്കെ ഇങ്ങനെ വിചാരിക്കരുത്. ഈ ഫാദറിൻ്റെ അവസ്ഥ നമുക്ക് ഇതിനകത്തൂടെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് മറ്റു പാടിയ അതിൻ്റെ പോയി എന്നിട്ട് മനസ്സിലായി. അച്ഛനെയും ഉമ്മയെയും പ്രതിനിധിക്കുന്ന ഗ്രഹങ്ങൾ സൂര്യന് അച്ഛനെയും ചന്ദ്രൻ മാതാവിനെയാണ്. അപ്പോൾ അതൊരു വ്യക്തിയുടെ ചാർട്ടിനകത്ത് അതെങ്ങനെയൊക്കെ ഏതൊക്കെ പൊസിഷനിലാണ് നിൽക്കുന്നത് നോക്കിയാൽ അമ്മയും ആ പേരൻസിനെ കുറിച്ച് നമുക്ക് ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടും. ഇപ്പം ഏത് നിൽക്കുന്ന ഈ ആളുടെ ഫാദറിനെയാണ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് ചെയ്യുന്ന ആരെയാണ് എപ്പോഴും പറയുന്നത് 7th ഹൗസ് പറയുമ്പോൾ പാർട്ണർ സൈഡ്, ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ബിസിനസ് പാർട്ണർ. ബിസിനസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ പിരിഞ്ഞു പോകും. ബിസിനസ് അതൊക്കെ പറ്റി ഡിസ്പ്യൂട്ടിലെ തരുന്നത്. പാർട്ണർ എന്ന് പറയുമ്പോൾ ലൈഫ് പാർട്ണറെ എഫക്റ്റ് ചെയ്യും. എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരാളുടെ എൻ്റെ ഒരു ക്ലൈൻറ്റിൻ്റെ ഷാർട്ടാണ് 2020 നടക്കുന്ന ഭയങ്കര ശേഷം ഒരുപാട് പ്രോബ്ലംസ് ചെയ്തു. ഫാദറുടെ കർമ്മം തന്നെ ചെയ്യേണ്ടി വന്നു. ഹസ്ബൻഡുണ്ട്, പക്ഷേ ഇല്ലാത്ത വിഷമത്തിലാണ് വന്നത്. കാരണം ബിസിനസ് എല്ലാം പോയി, എല്ലാ പാടെ നിന്ന് പോയി വല്ലാത്തൊരവസ്ഥ വന്നു. എടുക്കുന്ന സമയമാണ് ഇപ്പോൾ ക്ലിയർണ്ടായിരുന്നു. അത്തവരെ തീരുള്ളൂ പോകലെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന യാതൊക്കെ ദശകാരിക്ക് നമുക്ക് ഈ സൂര്യൻ്റെ കയ്യിൽ കൊടുക്കാമോ? ആലോചിച്ച് നോക്കുക, കോമൺ സെൻസോടുകൂടി ആലോചിച്ചു. സൂര്യനെ റോങ് സൈഡ്, അതിപ്പോൾ ഒരു 80% റോങ് സൈഡിലാണ് ഈ ചാർട്ട് നിൽക്കുന്നത്. ഇനിയും ഈ റൂബി കൂടെ ഇട്ടാൽ 100% റോങ് സൈഡാകും. അപ്പോൾ അവിടെ ഒരിക്കലും ആദ്യത്തെ ദശയാണ് പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തി ഭൂമി ധരിക്കാൻ ഭൂമി തൊടാനേ പാടില്ല. ഭൂമി തൊടാനേ പറ്റില്ല. എന്നാൽ അതിനകത്ത് ഈ റൂബി 6ാം ഭാവാധിപൻ കൂടെ, സൂര്യൻ 6ാം ഭാവാധിപൻ, മീന ലഗ്നക്കാർക്ക് 6ാം ഭാവാധിപൻ കൂടെയായി. അപ്പോൾ അത് 6ാം ഭാവാധിപൻ ആണ് പോയി 7 നിൽക്കുന്നത്. അപ്പോൾ പാർക്കൻഗോധം ബുദ്ധിമുട്ട് ഈശ്വരാനികൾക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യം നന്നായിട്ടുള്ളത് കൊണ്ട്, വ്യാഴം എക്സോട്ട്മാന്ന് ഞാൻ പറഞ്ഞല്ലോ, ഉള്ളത് കൊണ്ടായിരിക്കാം ഹസ്ബൻഡ് അങ്ങനെ നിന്ന് പോകുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥാവിശേഷമാണ്. അപ്പോൾ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കയറി വരും. കാരണം ഒരു 2ൽ ശനി നീചത്തിൽ നിൽക്കുമ്പോൾ ചൊവ്വ വീക്ഷിക്കുന്നു. ഇതെല്ലാം വരാൻ പല പല കാരണങ്ങളാണ് വരുന്നത്. ഈ ആദ്യത്തെ ദശകാലത്താണ് ഇതെല്ലാം സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്ക് ഇവർക്ക് ആദ്യത്തിൻ്റെ കല്ലുകൊള്ളില്ല, ശനിയുടെ കല്ലുകൊള്ളത്തില്ല, ചൊവ്വയുടെ കല്ലുകൊള്ളത്തില്ല. ചൊവ്വയ്ക്ക് 8 വരെ സാധാരണ മീനലഗ്നക്കാർക്ക് ഭാഗ്യാധിപൻ എന്ന് പറയുന്ന ഗ്രഹം ചൊവ്വ, അങ്ങനെ ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നത്. മീനലഗ്നമല്ലേ കോർന്ന് ധരിച്ചോളൂ, 8ലാണ് നിൽക്കുന്നത്. ശരി അപകടസ്ഥാനം, അറിയാല്ല, അപകടസ്ഥാനം, അപകടം വരുത്തി വെക്കുന്ന സ്ഥാനമാണ് 8th ഹൗസ്. അതിലേക്ക് ചൊവ്വയെ ശനിയും കൂടെ വീക്ഷിക്കുക. അപ്പോൾ വളരെ മോശമാണ്. അതിൻ്റെ കൊടുക്കാൻ പറ്റും. പക്ഷെ എന്ത് കൊടുക്കാൻ പറ്റും? വ്യാഴത്തിൻ്റെ സ്റ്റോൺ കൊടുക്കാൻ പറ്റും. ലഗ്നാധിപനാണ്. ആ വ്യാഴത്തിൻ്റെ സ്റ്റോൺ മാത്രമാണ് ഈ ഒരു വ്യക്തിക്ക് മാച്ചായിട്ടുള്ളത്. ലഗ്നാധിപൻ്റെ സ്റ്റോണാണ് ഈ ആൾക്ക് ഉച്ചത്തിൽ നിൽക്കുന്നു. അത് വ്യാഴമാണ്. 10th ഹൗസ് കൈകാര്യം ചെയ്യുന്നത് വ്യാഴമാണ്. ഇവരെ സ്കൂളിലൊരു അധ്യാപികയാണ്. വ്യാഴം ഗുരുസ്ഥാനമാണ്. അതെല്ലാം കറക്റ്റായിട്ടാണ് വരുന്നത്. വ്യാഴത്തിൻ്റെ കയ്യിൽ മാക്സിമം നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ യെല്ലോ സഫയർ സെറ്റ്. പിന്നെ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതൊന്നും വാങ്ങാവുന്നൊരു സാമ്പത്തിക സ്ഥിതി ഇല്ല. കാരണം സെറ്റിലേക്ക് വാങ്ങണം ആഗ്രഹത്തിലാണ്. യെല്ലോ സഫയർ സെറ്റിന് മാക്സിമം യെല്ലോ സഫയർ അന്നേരം ഒരു 6-7 ക്യാരറ്റ് യെല്ലോ സഫയർ, അല്ലെങ്കിൽ ഒരു 10-15 ക്യാരറ്റ് സെറ്റ് യൂസ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മുമ്പേ ചോദിച്ചോളൂ, മൂവി ഒരുപാട് ക്യാരക്ടർ പറ്റുന്ന പോലെ ഇത് നമുക്ക് ആവശ്യാനുസരണം ക്യാരക്ടേജ് കൂട്ടാവുന്ന ഒരു രത്നമാണ്. നമുക്ക് ഞാൻ ഓരോന്നും 1 by 1 ആയിട്ടൊരു എപ്പിസോഡ് ഞാൻ പറയാറുണ്ട്. ഇതിനകത്ത് നമുക്ക് കൂട്ടാം. യെല്ലോ സഫയറിൻ്റെ ക്യാരക്ടേജ് കൂട്ടാറുണ്ട്. യെല്ലോ സഫയർ എക്സ്പ്രസീവാണ്,
പിന്നെ അതിൻ്റെ ക്യാരറ്റേജ് കുറച്ചധികം യൂസ് ചെയ്യാൻ റെസമൻ്റെ ക്യാരറ്റ് കുറച്ചുകൊണ്ട് സിറ്റിൻ്റെ ക്യാരറ്റേജ് കൂട്ടുക. അങ്ങനെയാണ് ഇത് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് ശാകാലങ്ങളനുസരിച്ച് നല്ല രക്തം ധരിക്കേണ്ടതെന്ന് ഞാൻ വീണ്ടും 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 പറയുകയാണ്. എനിക്കൊരു നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഈ ഒരു വൈറ്റപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. കൂടുതൽ വിശേഷങ്ങൾ റുബിയെക്കുറിച്ചും അതുപോലെ തന്നെ നക്ഷത്രത്തിളക്കമുള്ള ആ ഒരു റുബിയുടെ പ്രത്യേകതകളൊക്കെ നമുക്ക് പറഞ്ഞു. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡ് നമസ്കാരം.